ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ്, നമ്മുടെ സ്മാർട്ട് ടേൺ കാർഡ് നമുക്ക് കിട്ടിയതിൻ്റെ വീഡിയോയും അൺബോക്സിങ് സംഭവങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിവാർഡ് പോയിന്റ്സിൻ്റെ ഒരു കിഡിലൻ ഫീച്ചറാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് ആക്ച്വലി റിവാർഡ് പോയിന്റ് കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇനീഷ്യൽ നമ്മുടെ എന്താ പറയുക ജോയിനിങ് ചാർജ് വരുമല്ലോ. നമ്മുടെ സ്മാർട്ട് ടേൺ കാർഡിൻ്റെ ജോയിൻ ചാർജ് വരുന്നത് 495 രൂപ പ്ലസ് GST ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 581 പോയിന്റ് ഒക്കെ വരും. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ റിവാർഡ് പോയിന്റ് കൊണ്ട് തന്നെ നമുക്ക് ആക്ച്വലി എമൗണ്ട് അടയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് സംഭവം ഞാൻ അവിടെ കൊടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ പേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനീഷ്യലി നമുക്ക് കാർഡ് കിട്ടിയതിന് ശേഷം നമ്മളൊരു ട്രാൻസാക്ഷൻ ചെയ്യണം, എന്നാലും നമുക്ക് ആ പോയിന്റ് ക്രെഡിറ്റ് ആവുള്ളൂ കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് ഒരു 900 റുപ്പീസിൻ്റെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പെറ്റ് ഡോഗിന് വേണ്ടിയിട്ട് അവൻ്റെ ഒരു ബിസ്ക്കറ്റും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് നമുക്കിപ്പോൾ ബില്ല് ജനറേറ്റ് ആയത്. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു 1 വീക്ക് ആയപ്പോൾ നമുക്കൊരു 5000 പോയിന്റ് നമുക്ക് അതിൽ ക്രെഡിറ്റ് ആയി. നമുക്ക് ആപ്പിൽ കൂടെ തന്നെ റിഡീം ചെയ്യാം. 5000 പോയിന്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നണേ 1200 പോയിന്റ് ആയിപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1200 പോയിന്റ് ആകുമ്പോൾ നമുക്ക് 4000 പോയിന്റ് കൊണ്ട് നമുക്ക് 900 രൂപയുടെ ആ എമൗണ്ട് ഫുൾ അടയ്ക്കാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല റേറ്റ് തരുന്ന ഒരു റിവാർഡ് സിസ്റ്റം തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അമേരിക്കൻ എക്സ്പ്രസ് ഭയങ്കര ഫേമസ് ആയത് ഒരു റിവാർഡ് പോയിന്റ് കൊണ്ട് തന്നെയാണ്. അത് വേറൊരു കാര്യം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ അതിൻ്റെ കാർഡ് ചാർജും വന്നു, എക്സ്ട്രാ കാർഡ് ചാർജ്, അതായത് 495 രൂപ പ്ലസ് GST വന്നു. അപ്പോൾ അതടയ്ക്കാൻ ഞാൻ എൻ്റെ നമ്മൾ ഈ 900 രൂപ അടച്ചതിന് ശേഷം ബാക്കി ഒരു 1200 സംതിങ് പോയിന്റ് ബാക്കിയാണെന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരു എനിക്ക് തോന്നുന്നത് ഈ 500 നമ്മൾ ഒരു 300 സംതിങ് നമ്മൾ അതുകൊണ്ട് അടച്ചു. ഇനി ഒരു 220 കൂടി അടയ്ക്കാണ്ട്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇനീഷ്യൽ ചാർജ് ഫുള്ള് നമുക്ക് ആ പോയിന്റ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതങ്ങനെ ഒരു കിഡിലൻ ഒരു റിവാർഡ് സിസ്റ്റം തന്നെ നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസ് കാർഡിൽ, അമേസ് കാർഡിൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഓവറോൾ സംഭവം നോക്കിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ കാർഡ് ഒരു ജോയിൻ ഫീസ് ഇല്ലാണ്ട് തന്നെ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇതുപോലെ ആണെങ്കിൽ നമുക്ക് ഇവരുടെ പ്രത്യേകിച്ച് ആമസോണിൽ, ഫ്ലിപ്കാർട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതിന് റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട്. കൂടുതൽ റിവാർഡ് പോയിന്റ്, 10x റിവാർഡ് പോയിന്റ് സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ അത്യാവശ്യം യൂസുള്ള സംഭവമാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ഈ ആനുവൽ ചാർജ് കവർ ചെയ്ത് പോകാം. ഒരു ലൈഫ് ടൈം ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിച്ച് കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സംഭവം എന്നാണ് വേണമെങ്കിൽ പറയുന്നത്. വെച്ചാൽ ഇതേപോലത്തെ ഈ നമ്മുടെ റിവാർഡ് പോയിന്റ് സിസ്റ്റം കൊണ്ട് വൺ കാർഡിനുണ്ട് ഈ പരിപാടി. വൺ കാർഡ് നമ്മുടെ പോയിന്റ് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് EMI അടയ്ക്കാം, അല്ലെങ്കിൽ ബില്ല് അടയ്ക്കാം, അങ്ങനത്തെ കുറേ പരിപാടി ഉണ്ട്. അതേ സെയിം സംഭവം നമ്മുടെ മെക്സ് കാർഡിലുണ്ട്. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ഒരു സംഭവം എല്ലാ കാർഡ് ബ്രാൻഡുകളും ബാങ്കുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഈ റിവാർഡ് പോയിന്റ് കൊണ്ട് ശരിക്കും കുറേ ഗുണമുണ്ട് തന്നെ. അപ്പോൾ ക്യാഷ് ബാക്ക് കാർഡ്, ആമസോൺ കാർഡൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഒരെണ്ണം ആമസോൺ ബാലൻസിൽ വരും, ഡയറക്റ്റ് നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റിലേക്ക് വരും. അതും കുഴപ്പമില്ല, അതും നല്ല പരിപാടി തന്നെയാണ്. പക്ഷേ ബാക്കിയുള്ള കുറേ സംഭവങ്ങളുണ്ടല്ലോ, അത് റിഡീം ചെയ്യണമെങ്കിൽ തന്നെ റിഡംഷൻ ഫീസ് കൊടുക്കണം. അതൊക്കെ ഭയങ്കര കുറേ വേസ്റ്റ് പരിപാടിയാണ്. അതൊക്കെ ശരിക്കും ഉപയോഗിക്കണമെങ്കിൽ നല്ല ഭയങ്കര നമ്മുടെ പോയിന്റ്സ് അക്യുമുലേറ്റ് 50,000 പോയിന്റ്സ് ഒക്കെ ആണെങ്കിൽ അത് റിഡീം ചെയ്യുമ്പോഴാണ് നമുക്ക് ലാഭം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ശരിക്കും നഷ്ടമാണ്. അപ്പോൾ അത് ശരിക്കും അമെക്സ് പിന്നെ അമെക്സിൻ്റെ ഒരു പോസിറ്റിവിറ്റി എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഭയങ്കര കസ്റ്റമർ സപ്പോർട്ട് ഉണ്ടാകും. നമുക്ക് രാത്രി 10 മണിക്ക് ചെന്ന് ചാറ്റ് ചെയ്ത് നോക്കിയാൽ അതിൽ ആളുണ്ടായിരിക്കും. നമ്മുടെ ആമസോണിൻ്റെ കസ്റ്റമർ കെയർ പോലെയാണ്. അതും എനിക്ക് ഒരു കിടിലൻ സംഭവമായിട്ട് തോന്നി. അപ്പോൾ ഓവറോൾ അമെക്സിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് വേറെ മിക്ക ഏരിയയിലും നമ്മുടെ ഈ POS മെഷീനിൽ അമെക്സിന് സപ്പോർട്ട് ഇല്ല. അപ്പോൾ അതൊരു മേജർ കോണാണ്. പക്ഷേ ഇതുപോലത്തെ ഇഷ്ടംപോലെ പ്രോസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഓൺലൈൻ യൂസിനൊക്കെ നമുക്ക് ആമസ് കാർഡ് ഉപയോഗിക്കാം സുഖമായിട്ട്. പ്രത്യേകിച്ചാണ് ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ നമ്മുടെ ആമസോണിലൊക്കെ 7% ഡിസ്കൗണ്ട് സംഭവങ്ങളൊക്കെ ആമസ് കാർഡ് ഉണ്ടായിരുന്നു, ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ടൊക്കെ. അപ്പോൾ എന്തായാലും സംഭവത്തിനെ കൊണ്ട് ലാഭം ഉണ്ടായിരിക്കും, അത് ഉറപ്പാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സ്മാർട്ട് ടേൺ കാർഡായിട്ടും കുറച്ചുകൂടി നല്ലത് നമ്മുടെ മെമ്പർഷിപ്പ് റിവാർഡ് കാർഡാണ്. ഞാൻ എന്തായാലും നമ്മുടെ 2 കാർഡിൻ്റെയും അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടാനും അതുപോലെ തന്നെ വിത്തൗട്ട് ഇൻകം പ്രൂഫ് കിട്ടാനും ഭയങ്കര എളുപ്പമായിരിക്കും കിട്ടും. അപ്പോൾ പിന്നെ ഇവരുടെ കുഴപ്പമെന്ന് വെച്ചാൽ മിക്ക മേജർ പിൻകോഡ്സിൽ മാത്രമേ സർവീസുകൾ ഉണ്ടായിരിക്കുള്ളൂ, പ്രത്യേകിച്ച് ഈ ടൗൺ ഏരിയാസ്. അപ്പോൾ നമ്മുടെ തൃശ്ശൂരൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തൃശ്ശൂരാണ്, എനിക്ക് തൃശ്ശൂർ കിട്ടിയിരുന്നു. അപ്പോൾ കിട്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ 1 മന്ത് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തൃശ്ശൂർ ഏരിയ ഒരു ടൗൺ ടു ഒരു 10 കിലോമീറ്ററിൻ്റെ ഏരിയ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലുണ്ട്. പിന്നെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം എറണാകുളത്തും കോഴിക്കോടും ട്രിവാൻഡ്രത്തൊക്കെ ഓൾറെഡി പിൻകോഡ് സർവീസുകളാണ്. അതും ടൗൺ ഏരിയയിൽ തന്നെ ഉള്ളോട്ടാ, അതിൻ്റെ ദൂരെ പോകുമ്പോഴൊന്നും ഇല്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ അപ്ലൈ ചെയ്താൽ മതി, ചുമ്മാ വെറുതെ റിജക്റ്റ് ആവണ്ട. അത് ഓൾറെഡി എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സെറ്റപ്പിൻ്റെ ലിങ്ക് കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതിൽ അപ്രൂവൽ റേറ്റ് ഓൾറെഡി കാണിക്കും. അത് ഓൾമോസ്റ്റ് ഒരു 90% കറക്റ്റ് ആണ് കേട്ടോ. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതിൽ ഇഷ്ടംപോലെ കാർഡുകളുണ്ട്, അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ 2 ചാനൽ കാണുന്നവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. അടുത്ത കാണാം.